യേശു പറയുന്നത് അതിനെ നീ അടയ്ക്ക്, എന്നാൽ നിനക്ക് ചെയ്യാമെന്ന് മാക്സിമം ചെയ്യ്. ആ മാക്സിമം ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് പ്രവർത്തിപ്പാനുള്ള ടൈം. ദൈവത്തിന്റെ ശക്തിയാൽ അവർ പുറപ്പെട്ടിരിക്കും. ഹെവൻലി ടൈം മിനിസ്ട്രിയുടെ ഗോഡ്സ് വോയിസ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടുകൾ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഇന്ന് ഈ ഉച്ചയാകുന്ന സമയത്ത് ദൈവവചനവുമായി നിങ്ങളുടെ നടുവിൽ ഞങ്ങൾ കടന്നു വരുവാൻ സർവശക്തനാകുന്ന ദൈവം ജീവിതത്തിൽ ഒരുക്കിയ അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. ടെലിഫോൺ സന്ദേശങ്ങളിലൂടെയും ഇമെയിൽ സന്ദേശങ്ങളിലൂടെയും ഞങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ കുടുംബമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിടുതലുകൾ, അതിൻ്റെ ഓരോ റിസൾട്ടുകൾ ഞങ്ങൾ കേൾക്കുവാൻ കഴിയുന്നതിൽ ഞങ്ങൾ നന്ദിയോടെ കർത്താവിന് മഹത്വം കരയറ്റുകയാണ്. അവൻ ഇന്നത്തെ പകൽ വളരെ പ്രാർത്ഥനയോടെ, വളരെ ദൈവഭയത്തോടെ, വളരെ ദൈവകൃപയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. തലയിലേക്ക് കൈവച്ചിട്ട് ഇങ്ങനെയൊന്ന് പറഞ്ഞേ, ഇന്ന് പകൽ യേശു കർത്താവ് എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള വലിയ വിശ്വാസത്തോടെ, വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വിശ്വാസത്തെ നമുക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം. വിശ്വാസത്തെ ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഈ മെസ്സേജ് വളരെ ദൈവഭയത്തോടെ ആമേൻ നമുക്ക് കേൾക്കാം. ആമേൻ. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. വീട്ടിൽ ബൈബിളുകൾ ഉള്ളവർ ബൈബിളുകൾ എടുത്തിട്ട് ഒരുമിച്ച് നമുക്ക് ഈ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സമയത്ത് ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ വലിയവനായ കർത്താവ് എനിക്ക് ഒരു അവസരം കൂടെ ഒരുക്കിയതിന് നന്ദിയോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുതലുകളും ദൈവത്തിൻ്റെ പ്രവൃത്തികളും ദൈവം ഒരുക്കുന്ന ഓരോ നല്ല വഴികളും ഓർക്കുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അതെ നമ്മൾക്ക് കാണുവാൻ, ദൈവിക കരുതലുകളെ നമ്മൾക്ക് രുചിച്ചറിയുവാൻ ഇന്ന് പകൽ ദൈവം ഒരു അവസരം കൂടി ഒരുക്കിയല്ലോ പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. പലയിടങ്ങളിലായി ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന സഹോദര സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ സകലരോടും ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്ന ദൈവത്തിൻ്റെ തിരുവചനം ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം തൻ്റെ ദാസന്മാരെ കരുതുന്ന വിധങ്ങളെ പറ്റിയാണ്. തൻ്റെ ദാസന്മാരെ ദൈവം സൂക്ഷിക്കുന്ന വിധങ്ങളെ പറ്റിയാണ്. തൻ്റെ ഭക്തന്മാരെ ദൈവം കഷ്ടതയുടെ നടുവിൽ, അവരുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ അവരെ ദൈവം സംരക്ഷിക്കുന്ന, അല്ലെ ദൈവം അവരെ സൂക്ഷിക്കുന്ന ദൈവിക നടത്തിപ്പുകളെ കുറിച്ച് നിങ്ങളോട് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഈ വചനം ഇന്ന് പകൽക്കാലം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ ഭാരങ്ങൾക്ക്, നിങ്ങൾ അനുഭവിക്കുന്നതായ വിഷമങ്ങൾക്ക്, നിങ്ങൾ അനുഭവിക്കുന്നതായിരിക്കുന്ന കഷ്ടതകൾക്ക് ഒരു മാറ്റം വരുന്ന ദിനമായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം ജീവിക്കുന്നതാകയാൽ, ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിന് മാറ്റം വരുത്തുന്നതാകയാൽ, ദൈവത്തിൻ്റെ വചനം രൂപാന്തരം വരുത്തുന്നതാകയാൽ, ദൈവത്തിൻ്റെ വചനം വീണ്ടെടുപ്പ് നൽകുന്നതാകയാൽ ഇന്ന് പകൽക്കാലം ഈ വചനം ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ വ്യക്തമായി ഞാൻ അറിയുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തി ഇതിൽ കൂടി വെളിപ്പെടുത്തുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അതെ, ദൈവത്തിൻ്റെ വചനം ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വരുന്നത് പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രേഖ എഴുതി വെച്ചിരിക്കുന്നു എന്ന് കണ്ടിട്ട് ദാനിയേൽ മാറിപ്പോയിരുന്ന ചിന്തിക്കുകയല്ല ചെയ്തത്. ദാനിയേൽ പതിവ് പോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി ഹല്ലേലൂയ സമയം കണ്ടെത്തുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിൻ്റെ മുൻപിൽ എഴുതിയിരിക്കുന്ന രേഖ എന്താ? ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ട് കളയുവാൻ വേണ്ടി രാജാവ് തീരുമാനം പുറപ്പെടുവിച്ചിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ.
ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, വിശ്വാസ ജീവിതത്തിന്റെ പരിശോധനയിൽ ഹല്ലേലൂയ നിനക്കെതിരെ പല രേഖകളും എഴുതി വെക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, നിനക്കെതിരെ പല ആലോചനകളും പുറപ്പെട്ടു വരാം. നിനക്കെതിരെ ശത്രു പലതരത്തിലുള്ള കെണികൾ ഒരുക്കാം. ഹല്ലേലൂയ, നിനക്കെതിരെ പലതരത്തിലുള്ളതായിരിക്കുന്ന അവസ്ഥകൾ നിനക്കെതിരെ നിന്നെ കുടുക്കുവാൻ നിന്റെ ജീവിതത്തിന് എഴുതി വെക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ജീവിക്കുന്ന ദൈവം ഹല്ലേലൂയ, സ്തോത്രം, രേഖ ദാനിയേലിനെതിരെ എഴുതിയിരിക്കുന്നു എന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ, യെരൂശലേമിന് നേരെ കിളിവാതിലുകൾ തുറന്നു വച്ച് പ്രൈസ് ദി ലോർഡ് അവൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. രാജാവിന്റെ ഹൃദയത്തിന്റെ ഹല്ലേലൂയ രാജാവിന്റെ ഹൃദയത്തിന് മാറ്റം വരുവാനാണോ ദാനിയേൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കിയത്? പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നിന്നെ നിർമ്മിച്ചവനായ ദൈവം, ഹല്ലേലൂയ, നിന്നെ അറിയുന്നവനായ ദൈവം, നമ്മളെ ഓരോരുത്തരെയും അറിയുന്നവനായ ദൈവം, എന്നെയും നിങ്ങളെയും അറിയുന്നവനായ ദൈവം, പ്രൈസ് ദി ലോർഡ്, രേഖ എഴുതി വെച്ചിരിക്കുന്നു. അതിൻ്റെതായിരിക്കുന്ന പൂർത്തീകരണം വെളിപ്പെടുവാൻ പോകുകയാണെന്ന് മനസ്സിലാക്കി ഹല്ലേലൂയ ജീവിക്കുന്നവനായ ദൈവത്തിന്റെ മുമ്പിൽ ദാനിയേൽ തന്റെ വേദനയെ പങ്കിടുവാൻ മുട്ടുമടക്കി. പ്രൈസ് ദി ലോർഡ്. തന്നെ മറ്റുള്ളവരെ കുറ്റം പറയുവല്ല ചെയ്തത്. ഹല്ലേലൂയ, രേഖ പുറപ്പെടുവിച്ചവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുവാനല്ല ഇടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, രേഖ എവിടെ എഴുതി വെച്ചിരിക്കുന്നുവെന്ന് ഹല്ലേലൂയ അതിന് മാറ്റം വരുത്തുവാൻ ആ രേഖയുടെ മധ്യത്തിൽ ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ഒരു ദൈവിക ദൂതനുണ്ടെന്ന് മനസ്സിലാക്കി. ഹല്ലേലൂയ, ദാനിയേലിനറിയാമായിരുന്നു ഇതിനപ്പുറത്ത് തന്നെ സഹായിക്കുന്ന ഒരു ബലമുള്ള കരമെന്നോടുകൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആ രേഖയെ മാറ്റി എഴുതിക്കുവാൻ എൻ്റെ ദൈവത്തെ കൊണ്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഈ ദൈവവചനം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ആധികാരികമായി പറയട്ടെ പ്രിയപ്പെട്ടവരെ, നിനക്കെതിരെ ഒരു രേഖ പുറപ്പെട്ടു എന്ന് മനസ്സിലാക്കി ആ രേഖ നിനക്ക് വേണ്ടി വരികയാ, നിന്റെ ജീവിതത്തെ തകർത്തു കളയാൻ വേണ്ടി വരികയാ. നിന്റെ ജീവിതത്തിന് മുൻപിൽ നിനക്ക് പ്രതിസന്ധിയായി എഴുന്നേറ്റ് വരുന്ന ആയുധത്തെ കണ്ട് നീ ഭയപ്പെട്ടു പോകണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രേഖ നിന്റെ ജീവിതത്തിൽ അല്പസമയം മുട്ടുമടക്കിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണോ നിനക്ക് രേഖ നിനക്ക് വിരോധമായി പുറപ്പെട്ടു വന്നിരിക്കുന്നതെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ടോ? സ്തോത്രം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം. നിനക്കെതിരെ പല അവസ്ഥകളും നിനക്കെതിരെ എഴുന്നേറ്റ് വരും. പ്രൈസ് ദി ലോർഡ്. പലതരത്തിലുള്ളതായ അനുഭവങ്ങൾ നിനക്കെതിരെ എഴുന്നേറ്റ് വരും. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് മറ്റുള്ളവരോട് നീ പറഞ്ഞുകൊണ്ടിരിക്കാതെ രേഖയെ തിരുത്തി എഴുതുവാൻ കഴിയുന്ന ഉയരത്തിലെ സൗഖ്യകാരനായ, അത് വിടുവിക്കുവാൻ കഴിയുന്നവനായ, നിന്നെ സഹായിക്കുവാൻ കഴിയുന്നവനായ, ഹല്ലേലൂയ, ആർക്കും മടക്കി കളയുവാൻ കഴിയാത്ത ബലമുള്ള കരത്തെ കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ ബലമുള്ള ദൈവിക ശക്തി കൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, ദാനിയേലിനെ സിംഹക്കൂട്ടിൽ ഇടുവാൻ വേണ്ടി ഹല്ലേലൂയ പുറപ്പെട്ടു വന്ന കൽപ്പനയുടെ മുൻപിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ആ രേഖയ്ക്ക് ഹല്ലേലൂയ, സ്തോത്രം, ദൈവം ആ രേഖ എഴുതി വെച്ചു എന്ന് കണ്ട ദാനിയേലിനെ സിംഹക്കൂട്ടിൽ ഇടാതിരുന്നോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തീർച്ചയായും ആ രേഖയെ രാജാവിന്റെ ഹൃദയത്തിൽ തോന്നിച്ചെങ്കിലും, പ്രൈസ് ദി ലോർഡ്, രാജാവിന്റെ ഹൃദയത്തിൽ തോന്നി ഇവന്റെ രേഖയെ ഒന്ന് തിരുത്തി എഴുതുവാൻ മനസ്സ് രാജാവിന് തോന്നി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രേഖയെ മാറ്റി എഴുതുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. സിംഹക്കൂട്ടിൽ ദാനിയേലിനെ ഹല്ലേലൂയ, സ്തോത്രം, കൊണ്ട് ഇടുവാനിടയായി തീർന്നു. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ രാജാവേ, തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സിംഹത്തിന്റെ വായ അടയ്ക്കാൻ വേണ്ടി ദൈവം തന്റെ ദൂതന്മാരെ വിട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൂതന്മാരെ വിട്ട് അവന്റെ വായ ദൈവം അടച്ചു. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹക്കൂട്ടിൽ ഇട്ടപ്പോൾ ദൈവം തന്റെ ദൂതനെ എന്ത് ചെയ്തു? തന്റെ ഭക്തന് വേണ്ടി അവിടെ ഇറക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര സർവശക്തിയുള്ള ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. എത്ര ശക്തിയുള്ള ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. എത്ര ജീവനുള്ള ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ പല പ്രിയപ്പെട്ടവരും ചിന്തിക്കുക, എൻ്റെ മുൻപിൽ വരുന്ന പ്രതിസന്ധി അടയ്ക്കുവാൻ എനിക്കാരുമില്ലല്ലോ എന്നുള്ള ചിന്തയോടുകൂടി നീ ഭാരപ്പെട്ടിരിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. നീ പ്രയാസപ്പെട്ടിരിക്കേണ്ട. നിന്റെ മുൻപിൽ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്ന പ്രതിസന്ധികളെ മാറ്റി എഴുതുവാൻ,
ഹല്ലേലൂയ, നിന്റെ മുൻപ് നിനക്ക് മുൻപ് വരുന്ന വെളിപ്പെട്ട് വരുന്നതായിരിക്കുന്ന ഭാരത്തെ എടുത്തു നീക്കിക്കളയത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിനക്ക് മുൻപേ അയക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം തന്റെ ദൂതനെ തക്ക സമയങ്ങളിൽ അയച്ചു വിടുവിക്കുന്നവനാകിയാൽ ആ ദൈവത്തിന്റെ ബലമുള്ള കരമാ നമുക്ക് മുൻപിൽ വെളിപ്പെടേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യനായി ജനിച്ച സകലർക്കും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വേദനകളും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയജനമേ, ഇന്ന് കേൾക്കുന്ന ദൈവവചനം കേൾക്കുന്ന സകലവരോട് ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, നിനക്കെതിരെ രേഖ എവിടെ എഴുതി വെച്ചോ, നിനക്കെതിരെ ഏത് പ്രതിസന്ധി എഴുന്നേറ്റ് വന്നോ, ഇന്ന് നീ ഇല്ലാത്ത അനുഭവത്തിൽ വസ്ത്രമില്ല, ആഹാരമില്ല, നിന്റെ ബാധ്യതകളെ തീർക്കുവാൻ നിനക്ക് ആരുമില്ല, നിനക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല എന്നുള്ള ഭാരത്തോടെ നീ ഇരിക്കേണ്ട. ജീവിക്കുന്ന ദൈവം തക്ക സമയങ്ങളിൽ ദൂതനെ അയച്ച് ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് മാത്രമാണോ? അതിന്റെ അടുത്ത വചനത്തിൽ കാണുന്നു. ഹല്ലേലൂയ. സ്തോത്രം. രാജാവേ, കാഹളം, കുഴൽ, തമ്പുരു, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദിനാദവും കേൾക്കുന്ന ഏവനും വീണ് സ്വർണബിംബത്തെ നമസ്കരിക്കണമെന്നും ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളയണമെന്നും ഒരു തീർപ്പ് കൽപ്പിച്ചുവല്ലോ. ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരായി നിയമിച്ച ശദ്രക്, മേശക്, അബേദ്ഗോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ. ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. ഹല്ലേലൂയ. അടുത്തത് കണ്ടോ? ശദ്രേക്ക്, മേശേക്ക് ബാലന്മാരെ, 3 ബാലന്മാരെ തീച്ചൂളയിലേക്ക് കൊണ്ടുവന്നിടുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നെബൂഖദ്നേസർ രാജാവ് പുറപ്പെടുപ്പിച്ചിരിക്കുക നിയമം. പ്രൈസ് ദി ലോർഡ്. എന്താ നിയമം പുറപ്പെടുപ്പിച്ചിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എരിയുന്ന തീച്ചൂളയിലേക്ക്, ബിംബത്തെ ആരാധിച്ചില്ലെങ്കിൽ എരിയുന്ന തീച്ചൂളയിലേക്ക് കൊണ്ടുവിടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എരിയുന്ന തീച്ചൂളയാ അവിടെ തന്റെ ഭക്തന്മാർക്ക് വേണ്ടി. ഇവിടെ ദാനിയേലിന് സിംഹക്കുഴി ഒരുക്കി വെച്ചിരുന്നെങ്കിൽ അവിടെ ശദ്രേക്ക് 3 ബാലന്മാർക്ക് ഒരുക്കി വെച്ചിരുന്നത് എരിയുന്ന തീച്ചൂള. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാ? ഞാൻ ഹല്ലേലൂയ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബിംബത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറച്ചു ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന ഭക്തൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഭക്തന്മാരുടെ ജീവിതത്തിൽ അവരുടെ തീരുമാനത്തെ കർത്താവിൽ നിന്ന് തെറ്റിച്ചു കളയുവാൻ വേണ്ടി ഹല്ലേലൂയ പുറപ്പെടുപ്പിച്ചിരിക്കുന്ന നിയമമാ, ഞങ്ങൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ബിംബത്തെ അല്ലാതെ മറ്റൊന്നിനെ നീ ആരാധിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 3 ബാലന്മാർ എന്ത് ചെയ്തു? ഹല്ലേലൂയ. അവർ ദൈവത്തിൽ അവരുടെ സമർപ്പണം ഹല്ലേലൂയ ഉത്തമമായി സമർപ്പിച്ച ദൈവത്തിന് വേണ്ടി നിന്ന ഭക്തന്മാരുടെ നിയമത്തെ പുറപ്പെടുപ്പിക്കാൻ വേണ്ടി ആ നെബൂഖദ്നേസർ രാജാവിനെ എഴുന്നേൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ 3 ബാലന്മാരെ ആ തീച്ചൂളയ്ക്കകത്തുനിന്ന് കൊണ്ട് ഇടാതെ വണ്ണം വിടുവിക്കുവാൻ എൻ്റെ ദൈവത്തെ കൊണ്ട് കഴിയത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലരും ചിന്തിക്കുന്നതായ കാര്യമാണ്, പലരും ആലോചിക്കുന്ന വിഷയമാണ്. ദൈവത്തിന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പ്രശ്നത്തിന് എല്ലാം നടുവിൽ ഈ പ്രശ്നം വരാതെ വണ്ണം വിടുവിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. കഴിയത്തില്ലയോ? പ്രൈസ് ദി ലോർഡ്. കഴിയും. പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാ ചില കഷ്ടതകൾ നിനക്ക് മുൻപ് എഴുന്നേറ്റ് വരുന്നതെന്നറിയാമോ? ഹല്ലേലൂയ. നീ ജീവിക്കുന്ന ദൈവത്തിൽ തന്നെയാണോ നീ അടിയുറച്ചു നിൽക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നടക്കുന്നത് ഇവിടെ എന്ത് ചെയ്തു? ഹല്ലേലൂയ. ആ 3 പേരെയും തീക്കകത്തേക്ക് എരിയുന്ന തീച്ചൂളയ്ക്കകത്തേക്ക് എടുത്തിടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. തീക്കകത്തെറിഞ്ഞതിന് ശേഷമാ ഹല്ലേലൂയ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തിയെ തികച്ചെടുക്കുവാൻ നെബൂഖദ്നേസർ രാജാവിന് മനസ്സിലാക്കത്തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം, ഞാൻ 3 പേരെയാണല്ലോ തീക്കകത്തേക്ക് വലിച്ചെറിഞ്ഞത്. ഹല്ലേലൂയ. ആ തീക്കകത്തോടെയും 3 പേരെക്കാൾ ഒരുവനും കൂടെ നടക്കുന്നതായി കാണുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസ ജീവിതത്തിന് അനുഭവത്തിൽ ഇങ്ങനെയാ പല പരിശോധനകളും ജീവിതത്തിന് നേരെ എഴുന്നേറ്റ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടുമ്പോൾ എൻ്റെ സഭകളിൽ വിശ്വാസ ജീവിതത്തിന്റെ ഇടയിൽ കടന്നു പോകുമ്പോൾ കേൾക്കുന്ന ഒരു കാര്യമാ, പല പ്രതിസന്ധികളും എൻ്റെ ജീവിതത്തിന്റെ മുൻപിൽ എഴുന്നേറ്റ് വരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇതെല്ലാം ദൈവം അറിയുന്നില്ലേ? ഹല്ലേലൂയ. ഇതെല്ലാം ദൈവം മനസ്സിലാക്കുന്നില്ലേ? ഇതെല്ലാം ദൈവത്തെ കൊണ്ട് കാണുന്നില്ലേ? പ്രൈസ് ദി ലോർഡ് എന്ന് ഭാരപ്പെടുന്നവരാ പലരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. എന്നാൽ ഇതിന്റെ പൂർത്തീകരണം എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. കർത്താവ് നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ദൂതനെ ദൈവം ഒരു പൂർത്തീകരണം വെളിപ്പെടുത്തുക. അവിടെ ഒരു പൂർത്തീകരണമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എരിയുന്ന തീച്ചൂളെ ഒരുക്കാതെ വെണ്ണമടുന്ന ദൈവത്തെ കൊണ്ട് വിടുവിക്കുവാൻ കഴിയുകയില്ലായിരുന്നു. എന്തിനു വേണ്ടിയാ? എരിയുന്ന തീച്ചൂളക്കകത്തേക്ക് ദൈവത്തിന്റെ ദൂതൻ ഹല്ലേലൂയ ദൈവപുരുഷനായി ഇറങ്ങി വരുവാനിടയായി തീർന്നത്. ഒരുവന്റെ വിടുതൽ. ഹല്ലേലൂയ. നെബൂഖദ്നേസർ രാജാവ് പറയുക, ഞാൻ 3 പേരെയാണല്ലോ തീക്കകത്തേക്ക് ഇട്ടത്, ഇതിന്റെ നടുവിൽ കൂടി ഒരുവനും കൂടെ നടക്കുന്നതായി കാണുന്നു. അതിന് അവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു, അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. 4-മത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. അവിടെ പറയുക 4-മത്തവന്റെ രൂപം ഹല്ലേലൂയ ദൈവപുരുഷനോട് ഒത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നെബൂഖദ്നേസർ രാജാവ് പുറപ്പെടുവിച്ചു, ഈ ബിംബത്തെ നീ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. അവരെന്ത് ചെയ്തില്ല? ഉറച്ചു ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു. ഈ 3 ഹല്ലേലൂയ ശദ്രേക്ക്, മേശേക്ക്, അബേദ്നെഗോ ബാലന്മാർ ഹൃദയത്തിൽ ദൈവത്തെ ഉറച്ചിരുന്നത് കൊണ്ട് ഹല്ലേലൂയ അവരുടേതായിരിക്കുന്ന അവസ്ഥയുടെ മുമ്പിൽ ദൈവത്തെ തള്ളിക്കളയാതെ വണ്ണം മുറുകെ പിടിച്ചതിന്റെ അനുഭവം അവരുടെ നടുവിൽ ഹല്ലേലൂയ 3 ബാലന്മാരെ കെട്ടി തീക്കകത്തേക്ക് ഇട്ടപ്പോൾ ഹല്ലേലൂയ 3 പേരും കെട്ടുപൊട്ടിയവരായി നടക്കുന്നതും ഹല്ലേലൂയ അവരുടെ കൂടെ 4-മത്തവനായി ഒരു ദൈവപുരുഷൻ നടക്കുന്നതുമായി കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും വിശ്വാസ ജീവിതത്തിന്റെ പരിശോധനയിൽ ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ, ഇപ്പോൾ പലരും ഈ ദൈവത്തിന്റെ വചനം മനസ്സിലാക്കി ഹൃദയത്തിലിരുന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കുക, എനിക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ മുൻപിൽ ഇതിനെ മാറ്റിക്കളയുവാൻ വേണ്ട അനേകർ പ്രാർത്ഥിക്കുന്നത്, മാറട്ടെ എന്ന് ചിന്തിച്ച് അനേകർ പ്രാർത്ഥിക്കുന്നത്. ചിലത് നിന്റെ ജീവിതത്തിൽ വരുന്നത് ദൈവത്തെയാണോ? കഷ്ടത ദൈവം അറിഞ്ഞിട്ട് സംഭവിക്കുന്നത്. ദൈവത്തിന് അതിന്റെ മുൻപിൽ ഒരു ദൈവത്തിന്റെ മഹത്വം അറിയിക്കുവാനുണ്ട്, ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് അറിയിക്കുവാനുണ്ട്. ആ ദൈവത്തിന്റെ കരുതലിനെ പറ്റി അറിയുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ പല പ്രതിസന്ധിയുടെ നടുവിൽ ഒരു വലിയ ദൈവിക മഹത്വം വെളിപ്പെടുവാനുണ്ട്. പ്രതികൂലം വരുമ്പോൾ തളർന്നു പോകരുത്. വേദന വരുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്. എന്നെ നിർമ്മിച്ചവൻ, പ്രൈസ് ദി ലോർഡ്, എന്നെ ഉരുവാക്കിയവൻ, ശദ്രേക്ക്, മേശേക്ക്, അബേദ്നെഗോ ബാലന്മാരുടെ നടുവിൽ എന്നെ അവരെ വിടുവിച്ച ദൈവം എന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി പ്രിയപ്പെട്ടവരെ സ്തോത്രം, ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഒന്ന് കത്തിയാൽ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ വെച്ച് നീ തള്ളിക്കളഞ്ഞേച്ച് ദൈവത്തെ തള്ളിപ്പറഞ്ഞേച്ച് പോകുവാൻ ഇടവരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ പലപ്പോഴും ചോദിക്കുന്നുണ്ടായിരിക്കാം, ഈ പറയുന്ന സിസ്റ്ററെ കൊണ്ട് ഇത് കഴിയുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ ഓടി വന്നിരിക്കുന്ന ചിന്ത അതായിരിക്കാം. ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് ഈ വചനം എടുക്കുമ്പോൾ പറയട്ടെ, പല കഷ്ടതയുടെയും നടുവിൽ വെച്ച് ദൈവത്തെ തള്ളിക്കളയാതെ ദൈവത്തെ മുറുകെ പിടിച്ചതിൻ്റെതായിരിക്കുന്ന ഒരു അനുഭവമാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഈ ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം എനിക്ക് ഒരു അവസരം ഒരുക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ നമ്മുടെ കഷ്ടതയുടെ നടുവിൽ തള്ളിക്കളയരുത്, പ്രതിസന്ധിയുടെ നടുവിൽ തള്ളിക്കളയരുത്. മുറുകെ പിടിച്ചുകൊണം, മുറുകെ പിടിച്ചുകൊണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ മുറുകെ പിടിച്ചുകൊണം, അവനെ ചുംബിച്ചുകൊണം, നമ്മുടെ കഷ്ടതയുടെ നടുവിൽ അവനോട് കൂടെ പറ്റിയിരുന്നു വേണം. പ്രൈസ് ദി ലോർഡ്. പറ്റിയിരുന്നാലുണ്ടല്ലോ നിന്നെ തലമുറയായി വിടുവിച്ച് നിന്നെ ഉള്ളങ്കരങ്ങളിൽ വഹിക്കുന്ന ദൈവ സാന്നിധ്യത്തിനെ ഹല്ലേലൂയ മാറ്റിക്കളയുവാൻ ഒരു കാര്യങ്ങൾക്കും നിന്നെ തളർത്തിക്കളയുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനം ആഴമായി വിശ്വസിക്കട്ടെ. ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് കത്തട്ടെ. ഈ വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ കണ്ണുനീരോടെ ഇരിക്കുന്ന പ്രിയ സഹോദരി, നിന്റെ ജീവിതത്തിന് ഈ അനുഭവത്തിന് മാറ്റം വരുമോ എന്ന് നാളുകളായി നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വെറുതെ പാഴായി പോകുന്നതല്ല, ദൈവത്തിന്റെ വചനം നിസ്സാരമായി തള്ളിപ്പോകുന്നതല്ല, ദൈവത്തിന്റെ വചനം ശൂന്യമായി പോകുന്നതല്ല. ഹല്ലേലൂയ. ഒന്ന് വിതയ്ക്കപ്പെട്ടാൽ ആ വചനം ഇരട്ടി നന്മയോടുകൂടി, ഇരട്ടി ദൈവിക പ്രവൃത്തിയോടുകൂടി, ഇരട്ടി സമാധാനത്തോടുകൂടി തിരിഞ്ഞു വരുന്നതാണ് ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ആഴത്തിൽ ഉറക്കട്ടെ. കഷ്ടത വരുമ്പോൾ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നടത്തിയ ദൈവത്തിന്റെ നന്മകളെ മറന്നു പോകുക ചെയ്യരുതേ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന കാലാദികൾ, അതിൻ്റെ അവസ്ഥകൾ, അതിൻ്റെതായിരിക്കുന്ന വളരെ പ്രതിസന്ധികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഈ ദൈവവചനം കേൾക്കുന്ന ആരെല്ലാം ഉണ്ടോ അവരുടെ മേലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുവാനിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവിക സമാധാനം ഉണ്ടാകും
ഉണ്ടാകുവാനിടയായി തീരട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരട്ടെ. കഷ്ടതകൾ ഒരു ദൈവപൈതന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലുണ്ട്. ഹല്ലേലൂയ. വേദനകൾ ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ ഉണ്ട്. ഒരു ദൈവപൈതന്റെ ജീവിതമാണോ കഷ്ടത, വേദന, ഇല്ലായ്മ, ബുദ്ധിമുട്ടുകൾ എല്ലാം ജീവിതത്തിന്റെ നടുവിൽ കൂടി എഴുന്നേറ്റ് വരുന്നതായ അതിനെയെല്ലാം ജയിക്കുന്നവനാണ് ഒരു ദൈവത്തിന്റെ പൈതൽ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കഷ്ടതയില്ലാത്തതല്ല ജീവിതം, വേദനയില്ലാത്തതല്ല ജീവിതം. ഹല്ലേലൂയ. ഇതിന്റെ നടുവിൽ വലിയ പ്രത്യാശയോടുകൂടി ജീവിക്കുന്ന ദൈവത്തെ മറന്നു കളയാതെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഷ്ടതയുടെ നടുവിൽ കൂടി പോയാലുണ്ടല്ലോ എനിക്കൊരു വലിയ രക്ഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാ? എന്നെ ഏത് അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടാലും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും പലരും ചിന്തിക്കുന്ന കാര്യമാ, ഹല്ലേലൂയ, ക്രിസ്തീയ ജീവിതം എപ്പോഴും സന്തോഷത്തിന്റെ ജീവിതമല്ല, എപ്പോഴും ആനന്ദത്തിന്റെ ജീവിതമല്ല എന്നാൽ ദൈവവചനത്തിൽ കൂടി പറയുന്നു, ഒരു യഥാർത്ഥ ഭക്തനെ സംബന്ധിച്ച് ഏത് കഷ്ടതയുടെ നടുവിലും ആനന്ദം കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രത്യാശ കൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, എന്നെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ മറന്നു കളയുവാൻ ആർക്കും കഴിയുകയില്ലെന്നുള്ളതായിരിക്കുന്ന ആത്മീയ സ്നേഹത്താൽ നിറയപ്പെടുന്നവനാണ് ക്രിസ്തീയ ദൈവിക പൈതൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവകൃപയുടെ സാന്നിധ്യത്താൽ ഈ ലോകം നിന്നെ കുറ്റം വിധിക്കാം. ഹല്ലേലൂയ. ലോകത്തിൽ നിനക്കെതിരെ എന്തായി കഷ്ടം വരുന്നേ എന്ന് ചോദിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുമെന്നും ചിന്തിക്കാം. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, ജീവിക്കുന്ന ദൈവത്തെ നിന്റെ കൃപയം കൊണ്ട്, ഹല്ലേലൂയ, വിശ്വസ്തയോടെ നേരോടെ സേവിക്കുന്ന ദൈവപൈതലേ, നിന്റെ ജീവിതത്തിന്റെ മേൽ, ഹല്ലേലൂയ, ഒരു ശക്തിക്കും നിന്നെ തകർത്തു കളയുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ആ ദൈവിക നിയോഗത്തിന് വേണ്ടി വിട്ടുകൊടുത്ത് എന്നേക്കും പ്രത്യാശയോടുകൂടി, ഹല്ലേലൂയ, സ്തോത്രം, ഏത് തീച്ചൂള ഞങ്ങൾക്കെതിരെ ആളിക്കെത്തിയാലും തീച്ചൂളയുടെ നടുവിൽ നാലാമനായി വെളിപ്പെട്ടു വരുന്ന ദൈവ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കി ആ സാന്നിധ്യത്തിന്റെ മറവിൽ നിന്ന് നീ മറയുവാൻ ഇടയായി തീർന്നാൽ, അല്ലെങ്കിൽ ഒരു മറുപടി നിശ്ചയമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവം സഹായിക്കും. ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെ വെളിപ്പെടും. എന്ത് രോഗം നിന്നെ അലട്ടിയാലും, ഏത് കഷ്ടം നിന്നെ അലട്ടിയാലും, ഏത് പ്രതിസന്ധി നിന്നെ അടിതട്ടിയാലും, ഇന്ന് നീ സാമ്പത്തികമില്ലാതെ കഴിഞ്ഞുകൂടിയാലും, ഇന്ന് നീ തീരാ ദുഃഖത്തിൽ കഴിഞ്ഞുകൂടിയാലും, ഇന്ന് നീ പാർപ്പിടമില്ലാതെ ജീവിച്ചാലും, ഹല്ലേലൂയ, പാർപ്പിടത്തെയും രോഗത്തെയും മാറ്റുന്നവനായ ദൈവത്തെ, പ്രൈസ് ദി ലോർഡ്, നിന്റെ കുഞ്ഞിന്റെ വിവാഹത്തിന് വേണ്ടി നീ ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവത്തെ നീ ഉത്തമപരമായി കൈക്കൊള്ള. ദൈവത്തിന്റെ മറുപടി നിശ്ചയമായി വെളിപ്പെടും. നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരും. നിന്റെ കഷ്ടത മാറും. നിന്റെ ജീവിക്കുന്നതായിരിക്കുന്ന അനുഭവം നിന്നിലേക്ക് ആളിക്കത്തിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം നിന്റെ മുൻപിലുണ്ടെന്ന് മനസ്സിലാക്കി ദൈവത്തെ ഉറച്ചു വിശ്വസിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവവചനം കേൾക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവർ കേൾക്കുന്ന സകലവരോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹൃദയം ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിട്ടോ, കർത്താവേ, എന്റെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട്. നീ എന്നോട് മനഃപൂർവ്വപരമായി ക്ഷമിച്ച് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദൈവിക പരിവർത്തനം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. ഒരു വിടുതലിന്റെ ശക്തി എന്നിലേക്ക് വ്യാപരിക്കട്ടെ. ദൈവിക കൃപ വ്യാപരിക്കട്ടെ. ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷം ആ ദൈവകൃപയുടെ സാന്നിധ്യത്തിനായി ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അധികാരത്തോടെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. നിങ്ങളുടെ വിഷയത്തിന് മറുപടി ലഭിക്കട്ടെ. ദൈവകൃപ വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ അൻപുള്ള കർത്താവേ, ദൈവവാദപീഠത്തിലേക്ക് സമ്പൂർണ്ണമായി ഞങ്ങൾ അടുത്തു വരുന്നു. ദൈവവചനം കേട്ട സകല പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ. രോഗങ്ങൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. നാളുകളായി ഭാരപ്പെടുന്ന ജോലിയുടെ പ്രശ്നങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. മറഞ്ഞു കിടക്കുന്നതായിരിക്കുന്ന ഹല്ലേലൂയ നന്മയുടെ ഉറവിടങ്ങൾ കാണുവാൻ കഴിയാതെ നിരാശപ്പെട്ടു നിൽക്കുന്ന സകല അനുഭവങ്ങളും പ്രിയപ്പെട്ടവരിൽ നിന്ന് വിട്ടുമാറട്ടെ കർത്താവേ. ദൈവത്തിന്റെ വിടുതലിന്റെ കരത്തിന്റെ ഹല്ലേലൂയ കരം തന്റെ ജനത്തിന്റെ മേൽ ശക്തമായി അവിടുന്ന് വെളിപ്പെടട്ടെ കർത്താവേ. കിടക്കയിൽ കിടക്കുന്നവർ എഴുന്നേൽക്കട്ടെ കർത്താവേ. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരകരായ ദൈവത്തിന് സൗഖ്യമാക്കുന്ന കരം അവിടുന്ന് ശക്തമായി വെളിപ്പെടട്ടെ കർത്താവേ. ദൈവം അങ്ങനെ ചെയ്യണം. ദൈവപ്രവൃത്തി വെളിപ്പെടണം. നിന്ദകൾ മാറണം. ആക്ഷേപങ്ങൾ മാറണം. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥനയുടെ നിമിഷത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, നിന്ന സഹിച്ച് ഞാൻ മടുത്തു, എന്റെ ജീവിതം എവിടെയെങ്കിലും കൊണ്ട് തീർത്തു കളയാൻ ആഗ്രഹിക്കുന്ന സഹോദര, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനോട് ഇടപെടുന്നു. ദൈവത്തെ കൊണ്ട് കഴിയാത്തൊന്നുമില്ല. ചന്ദ്രക്കും ബാലന്മാരെ വിടുവിച്ചവനായ ദൈവം നിന്നെയും വിടുവിക്കും എന്നുള്ള ദൈവ ആലോചന ഏറ്റെടുത്ത ദൈവ തന്നെ സമർപ്പണത്തോടെ ജീവിപ്പാൻ അവിടുന്ന് എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. ദൈവകൃപയായിരിക്കണമേ. എല്ലാ ദൈവ സാന്നിധ്യത്തിന്റെ മറവിലേക്ക്
കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഇന്ന് നിങ്ങളെ അറിയിച്ചതായി ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ, ആശ്വാസമായി തീരട്ടെ. നിത്യരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ദൈവം സഹായിക്കട്ടെ. മാറാനാഥ. Say